ജൈഡ് ബുദ്ധക്ഷേത്രത്തിലേക്കാണ് രണ്ടാം ദിന യാത്രയുടെ തുടക്കം. 1882 ക്യുങ് രാജവംശത്തിലെ ഗുവാഹുങ്സു ചക്രവർത്തി മ്യാൻമറിൽ നിന്ന് ഇറക്കുമതി ചെയ്ത 2 ജോഡി ജൈഡ് രത്നക്കല്ലുകൾ ഉപയോഗിച്ചാണ് ഈ പ്രതിമകൾ നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രം പലതവണ പുതുക്കി പണിതു. 1928 ഇന്ന് കാണുന്ന ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയായത്. ചൈനയിലെ ബുദ്ധമതത്തിന് വൻ പ്രചാരം നൽകിയ മാസ്റ്റർ ടെക്സു 1947 മാർച്ച് 12 മരണപ്പെട്ടത് ഇവിടെ വെച്ചാണ്. 4 സ്വർഗരാജാക്കന്മാർ എന്നറിയപ്പെടുന്ന സന്യാസികളുടെ കൊട്ടാരം, ഒരു ഗ്രേറ്റ് ഹാൾ, 3 സ്വർണ്ണ പ്രതിമകൾ, 20 ദേവതകൾ, ഗുവാനാനൈൻ സ്വർണ്ണ പ്രതിമ, ജൈഡ് ബുദ്ധ ചേംബർ, റെസ്റ്റോറന്റ് എന്നിവ അടങ്ങിയാണ് ഈ സമുച്ചയം. മികച്ച ഒരു മ്യൂസിയം ഉണ്ട് ഇതിനുള്ളിൽ. ക്ഷേത്രം ചുറ്റി നടന്ന് വീഡിയോ എടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ. രാവിലെ മുതൽ വല്ലാത്തൊരു വയറുവേദനയുണ്ട്. ഭക്ഷണത്തിൽ എന്തോ പറ്റിയിട്ടില്ല. വനജ ടീച്ചർ ആയുർവേദവും ഗീതയുടെ അലോപ്പതിയും കുറച്ച് ആശ്വാസം നൽകുന്നുണ്ട്. ഞങ്ങൾ അകത്ത് കയറുമ്പോൾ എന്തോ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന നടക്കുന്നുണ്ട്. ധാരാളം ഭക്തരൊക്കെ ഉണ്ട്, സന്യാസികളും ഉണ്ട്. ഈ ക്ഷേത്രത്തിൽ ബുദ്ധമതം സൗജന്യമായി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ചെല്ലുമ്പോൾ കുറെ പേർ ബുദ്ധമതം പഠിക്കുന്നുണ്ട് അവിടെ. ഒരടിപൊളി മ്യൂസിയത്തിലേക്കാണ് പിന്നീട് പോയത്, ഹിസ്റ്ററി മ്യൂസിയം. ഇപ്പോൾ ഇത് അടച്ചിട്ടിരിക്കുകയാണ്. എന്നാൽ അതിന്റെ മുറ്റത്തും ചുറ്റും വർണ്ണ ഭംഗി കൊണ്ട് അലങ്കാരം തീർത്ത് എങ്ങും പൂന്തോട്ടമാണ്. നല്ല ഇണക്കമുള്ള പ്രാവുകൾക്ക് ഭക്ഷണം നൽകുന്നവരും അവിടെ ഇരിപ്പുണ്ട്. നല്ലൊരു കൗതുക കാഴ്ചയാണ് ഇവിടുത്തെ റോഡ് വൃത്തിയാക്കുന്ന റോബോട്ടിക് യന്ത്രങ്ങൾ. ഡ്രൈവർ പുറത്തു നിന്ന് റിമോട്ടിലാണ് യന്ത്രത്തെ നിയന്ത്രിക്കുന്നത്. മൂത്രമൊഴിക്കാൻ മുട്ടി ഞാനടക്കം മിക്കവർക്കും. കാവൽക്കാരോട് പല ഭാഷയിൽ ചോദിച്ചിട്ടും അവർക്ക് ഒരു പിടിയില്ല. അവസാനം കഥകളി തന്നെ വേണ്ടി വന്നു. പാന്റിന്റെ സിബ് വരുന്നത് അഭിനയിച്ച് കാണിച്ചപ്പോഴാണ് അവർക്ക് കാര്യം പിടികിട്ടിയത്. അല്ല, ഇത് ടോയ്ലറ്റ് തന്നെയാണോ? അത്രയ്ക്ക് ഭംഗിയുണ്ട് കെട്ടിടത്തിന്, തികച്ചും ആധുനികം. സ്ത്രീകൾക്ക് 1ാം നിലയിലാണ് സൗകര്യം. സെന്റ് ആൻഡി സ്ട്രീറ്റിലെ ഷിക്കുമെൻ ആർക്കിടെക്ചർ രീതിയിലുള്ള നിർമ്മിതികൾ കേടുകൂടാതെ സംരക്ഷിച്ചിരിക്കുന്ന ഒരു ഇടമാണ് പിന്നീട് ഞങ്ങൾ സന്ദർശിച്ചത്. ഗാലറികളും ഫാഷൻ ഷോപ്പുകളുമാണ് ഇവിടെ കാണാനുള്ളത്. എങ്ങും വർണ്ണപ്പൂക്കളുടെ ഒരു മായാലോകം തന്നെ. ചൈനയുടെ ചരിത്രം പറയുന്ന ഒരു ചെറു പ്രദർശനശാലയുമുണ്ട്. സമയക്കുറവിനാൽ അങ്ങോട്ടൊന്നും കയറാനൊത്തില്ല. ഒരു പടുകൂറ്റൻ പാർട്ടി ഓഫീസും കണ്ടു ഇതിനടുത്ത്. വലിയ വാഹനങ്ങൾക്ക് ഇങ്ങോട്ട് പ്രവേശനമില്ല കേട്ടോ. തെരുവോരത്ത് ഇരുവശവും ഭംഗിയുള്ള വൃക്ഷങ്ങളൊക്കെ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. ഉച്ചഭക്ഷണത്തിന് ശേഷം ചരിത്രശേഷിപ്പുകൾ, ചിത്രങ്ങൾ, പഴയ പാത്രങ്ങൾ, പെയിന്റിങ്ങുകൾ എന്നിവയുടെ ഒരു സൂപ്പർ മ്യൂസിയത്തിലേക്കാണ് പിന്നീട് പോയത്. ഷാങ്ഹായ് മോഡേൺ മ്യൂസിയം. പാസ്പോർട്ട് കാണിച്ചാണ് അകത്ത് കടന്നത്. ചൈനയുടെ ചരിത്രവും സംസ്കാരവും ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്നു. നന്നായി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ധാരാളം ചിത്രങ്ങളുമുണ്ട്.
ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനകരമാണ് ഇവിടുത്തെ കാര്യങ്ങൾ. 3 നിലകളുള്ള ഒരു പടുകൂറ്റൻ കെട്ടിടം, പൂർണ്ണമായും ആധുനിക രീതിയിൽ നിർമ്മിച്ച ഒരു AC കെട്ടിടം. കെട്ടിടത്തിന്റെ നടുത്തളത്തിൽ ഒരു ഗംഭീര മനുഷ്യശില്പമുണ്ട്. ശില്പിയെ എത്ര അഭിനയിച്ചാലും മതിയാകില്ല, അത്രയ്ക്കുണ്ട് അതിന്റെ ഗാംഭീര്യം. ഷോപ്പിങ്ങിനാണ് പിന്നീട് പോയത്. SC പ്ലാസ എന്നാണ് ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിൽ കണ്ട പേര്. സന്ധ്യയ്ക്ക് ഹോട്ടലിൽ തിരിച്ചെത്തി. ഓരോ റൂമിലേക്കും എവിടേക്കൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ ഈ ഹോട്ടലിൽ വിതരണം ചെയ്യുന്നത് റോബോട്ടാണ്. നാളെ രാവിലെ ഇവിടെ കാലിയാക്കണം. നാളെ തലസ്ഥാനമായ ബീജിംഗിലേക്ക് പോവുകയാണ്.